ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കിണ്ടയെ നിന്നോടെ ചോട്ടി മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കിണ്ടയെ നിന്നോടെ ചോട്ടി മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കിണ്ടയെ നിന്നോടെ ചോട്ടി മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് ചൊക്കനയ്ക്ക് പോണതിൻ്റെ ഒരു പകുതി വഴി എത്തിയിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് 10 കിലോമീറ്റർ കൂടി ഉണ്ട്. ഒരു റബ്ബർ തോട്ടം കണ്ടപ്പോൾ ആക്രാന്തം മുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി കുറേ കിട്ടുക്കാച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട്. അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യട്ടാ. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൂടി ഉണ്ട്. നന്നായിട്ട് വേസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി യാത്ര. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കിണ്ടയെ നിന്നോടെ ചോട്ടി മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് കിഴക്ക് ദിക്കിലെ കരിക്കു പൊന്തിയ മുറിക്കിണ്ടയെ മുറുക്കി തുപ്പിയ കിഴക്ക് ദിക്കിലെ കരിക്കു പൊന്തിയ മുറിക്കിണ്ടയെ മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ്. നമ്മൾ കഷ്ടതകളും യാതനകളും സഹിച്ച് വന്നുകൊണ്ടിരിക്കുക. അവിടെ ഫുൾ പണി ഇറക്കിയത് റോഡ് പണി. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കിണ്ടയെ നിന്നോടെ ചോട്ടി മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ് മുറുക്കി തുപ്പിയതാരാണ്. നമ്മുടെ ചെറിയ ഭീകരമായ യാത്രക്കൊടുവിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ചൊക്കന എന്നുള്ള സ്ഥലം. ഇവിടെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ തൂക്കുപാലത്തിൻ്റെ. ആ മെയിൻ തൂക്കുപാലം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അത് മറ്റേ ഹാരിസൺ മലയാളത്തിൻ്റെ പ്രോപ്പർട്ടി ആയാലും നമ്മൾ ടൂറിസ്റ്റുകാരൊക്കെ വന്നിട്ട് അത് നശിപ്പിച്ചു എന്നൊക്കെയുള്ള പേരിൽ ഇപ്പോൾ അത് തൽക്കാലത്തേക്ക് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആരും വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ വേറൊരു തൂക്കുപാലം ഉണ്ട്. ശരിക്കും കണ്ടിട്ടേ നെഞ്ചിടിക്കണ പൊന്നേ. താഴപ്പോഴ നീന്താൻ പോലും അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ട്. ഒരു വണ്ടിയിൽ കൂടെ പോകണ്ടായിരുന്നു. ഇതാടുന്നുണ്ട്. കിഴക്ക് ദിക്കിലെ കരിക്കു പൊന്തിയ മുറിക്കിണ്ടയെ മുറുക്കി തുപ്പിയ നല്ല രസമുണ്ട്. അടിപൊളി വ്യൂ അമ്മേ. കിഴക്ക് ദിക്കിലെ കരിക്കു പൊന്തിയ മുറിക്കിണ്ടയെ മുറുക്കി തുപ്പിയതാരാണ്. മതി നടക്ക്. ഇത് വീണപ്പിനെ അറിയില്ല. സത്യമായിട്ട് നിന്നെക്കട നിനക്ക് കുഴപ്പമുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യമായിട്ട് എൻ്റെ പൊന്നെ എനിക്ക് പേടിയാവണ്. 3 എന്താണ് ഇരുമ്പിൻ്റെ എന്തോ സംഭവം വെച്ചിട്ട് പണിതേക്കണത്.
ബ്രിട്ടീഷുകാർ പണിതേക്കണ സംഭവമാണെന്നാണ് പറയണത്. നല്ല പേടിയാവുന്നുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്. അമ്മേ നമ്മ നടുക്കെത്തിയിട്ടുണ്ട്. പേടിക്കണ്ട. ആ അടിപൊളി സംഭവം. അപ്പുറത്തും ഇപ്പുറത്തും പുഴ. അതായത് രണ്ടിരുമ്പിന്റെ റോപ്പും താഴെ എന്തെങ്ങാണ്ടൊക്കെ വെച്ച് പലകൊക്കെ വെച്ച് നമ്മള് നടന്നുകൊണ്ടിരിക്കാൻ. എൻ്റെ പൊന്നേ, ഇതിനു മുമ്പ് ഞാൻ തൃപ്രയാർ ചെയ്ത് തൂക്കുപാലത്തിൽ മാത്രം കയറിയിട്ടുള്ളൂ. ഒന്നീ തിരിച്ചു നടക്കണമല്ലോ, തിരിച്ചതുപോലെ. ഓക്കെ, അടിപൊളി. ഇപ്പുറത്ത് നോക്കി. ഇതിൽ ഇച്ചിരിയെങ്കിലും ധൈര്യമുള്ളത് ഞാനായത് കൊണ്ടും എനിക്ക് തൂക്കുപാലത്തിന് പേടിയില്ലാത്തത് കൊണ്ടും. അവളുടെ എക്സ്പ്രഷൻ വേണമെങ്കിൽ എടുത്തോ. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ കുളിക്കുന്നയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ കുളിക്കുന്നയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. ഇതാണ് നമ്മുടെ തൂക്കുപാലത്തുമ്മ ഇന്നിപ്പോൾ കണ്ട പുഴയില്ലേ, പുഴ ആ സംഭവം. നല്ല വഴുക്കലുണ്ട്, നല്ല പച്ചപ്പായലും നല്ല കിടുക്കാച്ചി വെള്ളവും. അടിപൊളി. ശ്രദ്ധിച്ചില്ലെങ്കിൽ പടക്കോ നമ്മുടെ താഴെ കിടക്കും. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ കുളിക്കുന്നയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. അടിപൊളി സ്ഥലം. അയ്യോ, ഇതെന്താ സംഭവമാവോ? ഇങ്ങനെ ഒരു കുന്നും മലയൊക്കെ. നമ്മുടെ തേക്കടയില്ല, മൂന്നാറൊക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഉണ്ട്. കുറേ മയിലുകളുണ്ട്. നമ്മൾ വഴിയിൽ കുറേ മയിലുകൾ കണ്ടു. ഫാമിലി എന്താ പറയുക, 5-6 മയിൽ കുഞ്ഞുങ്ങളെയും അമ്മേനൊക്കെ നമ്മൾ കണ്ടു. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ കുളിക്കുന്നയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ കുളിക്കുന്നയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. നമ്മൾ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടകരയിൽ നിന്ന് മാപ്പ് ഇട്ട് ചൊക്കര വഴി ഇങ്ങോട്ട് കയറി പോന്നു. നമ്മുടെ ചിമ്മിനി ഡാമൊക്കെ പോണ റൂട്ട് എന്തോ ആണ്. കുറേ ഉള്ളിലോട്ട് വരണം. ഇപ്പം റോഡ് പണി ഇറക്കുന്നുണ്ട്, അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചൊക്കന വിശേഷങ്ങൾ. പക്ഷെ നമുക്ക് കൂടുതൽ ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു പുഴയൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു പുഴയിലൊക്കെ, പക്ഷെ നമുക്ക് പറ്റിയില്ല. ഇവിടെ നാട്ടുകാർ കുറച്ച് സഹകരണം കുറവായിരുന്നു. കാരണം ഒന്നാമത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു ഇവരുടെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇതൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ ഇതായി. പിന്നെ മറ്റേ തൂക്കുപാലാണെങ്കിൽ ആൾക്കാർ കയറി നശിച്ചു എന്നുള്ളതൊക്കെ ആയിരിക്കാം ഇവർക്കൊരു താല്പര്യക്കുറവുള്ളത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ. പിന്നെ ഇപ്പോൾ നമുക്കാണ് നമ്മുടെ സ്ഥലത്തേക്ക് ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അടിപൊളി സ്ഥലമാണ്, അടിപൊളി വ്യൂ ആണ്. വരുന്ന വഴിയാണെങ്കിലും പുഴയാണെങ്കിലും തൂക്കുപാലാണെങ്കിലും എന്താ പറയുക, എന്തായാലും എക്സ്പീരിയൻസിൻ്റെ സംഭവം തന്നെയായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കൂടുതൽ സമയം നമുക്കിവിടെ ചിലവഴിക്കണമെന്നുണ്ടായിരുന്നു. അത് പറ്റില്ല. ഇപ്പോൾ കണ്ട ബാക്കിൽ കാണുന്ന വ്യൂ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ വരുമ്പോൾ വെയിലില്ലാത്ത സമയം നോക്കി വരുന്നില്ല, ഒന്ന് രാവിലെ വരിക അല്ലെങ്കിൽ ഒരു വൈകുന്നേരം എന്നുള്ള സമയത്ത് വരികയാണെന്നുണ്ടെങ്കിലേക്കും പെർഫെക്റ്റ് ആവുക. കടവിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പോകുന്ന
ദ അൽ കൊടുങ്ങല്ലൂർ ടീം. ഇവർ നമ്മൾ അടിച്ചു പിടിപ്പിക്കും തോന്നുന്നുണ്ട്. നമ്മൾ ചൊക്കനയ്ക്കുള്ള ഒരു മിനിറ്റ്, നമ്മൾ ചൊക്കനയ്ക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അത് പിന്നെയും കട്ട് ചെയ്യാൻ പാടാവും എനിക്ക്. കിഴക്ക് ദിക്കിലെ തരിക്കു പൊന്തിയൻ ഉരിക്കുന്നയേ മുറുകി തുപ്പിയതാരാണ്. കിഴക്ക് ദിക്കിലെ തരിക്കു പൊന്തിയൻ ഉരിക്കുന്നയേ മുറുകി തുപ്പിയതാരാണ്.